കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അഭിഷേകമാണ്. നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് മഹത്വമാണ്. വീണ്ടും അത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട മറ്റൊരു പ്രവചന ശബ്ദം. നമ്മുടെ കേരളത്തിൽ 2025-2026 ഈ വർഷങ്ങളിൽ ഇന്നുവരെയും ഉണ്ടാകാത്ത കൊടും ചൂട് ഉണ്ടാകുന്നതായി പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു. ആമേൻ. 50-52 ഡിഗ്രി ചൂട് രേഖപ്പെടുത്തുന്ന വിധത്തിൽ ഉള്ള താപനില വർധന ഉണ്ടാകുന്നു. അത് നിമിത്തം വലിയ തീപിടുത്തങ്ങൾ കേരളത്തിലുണ്ടാകും. ഈ വലിയ ബിൽഡിങ്ങുകൾ ഈ ചൂട് നിമിത്തം വയറുകൾ ഉരുകി ഷോർട്ടായിട്ട് വലിയ ബിൽഡിങ്ങുകൾക്ക് തീപിടുത്തം ഉണ്ടാകുന്നു. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ചു. ആ വിഷയത്ത് പ്രാർത്ഥിക്കുക. വരുന്നത് താങ്ങാനാവാത്ത വലിയ ചൂട് കേരളത്തിൽ അനുഭവിക്കാൻ പോകുന്നു. ദൈവമക്കൾ അതോർത്ത് പ്രാർത്ഥിക്കുക. കർത്താവ് അന്തരീക്ഷത്തെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കട്ടെ. ആ വലിയ കൊടും ചൂടിൽ നിന്ന് കേരളത്തെ സംരക്ഷിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റുള്ളവരെ കുറ്റം കണ്ടുപിടിക്കാതെ, മറ്റുള്ളവരെ പറ്റി ഒന്നും പറഞ്ഞു നടക്കാതെ, നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ചെയ്ത് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. നമ്മുടെ സഹജീവികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗം അവരെ കരുതട്ടെ, അവരെ സൂക്ഷിക്കട്ടെ. ചുട്ടുപൊള്ളുകയാണ് കേരളം. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് തുടരുകയാണ്. വയനാട്, ഇടുക്കി ജില്ലകളിലൊഴികെ മറ്റെല്ലാ ഇടങ്ങളിലും യെല്ലോ അലർട്ടാണ്. 19-ാം തീയതി വരെ പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കും. മലയോര മേഖലയിൽ ഒഴികെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. സുനിൽ ഐസക് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. സുനിലെ, വേനൽക്കാലം വല്ലാതെ പൊള്ളിക്കുമെന്ന് തന്നെയാണ്, ഇനിയും താപനില ഉയർന്നു നിൽക്കുമെന്ന് തന്നെയാണ് പ്രവചനങ്ങൾ. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും മുന്നറിയിപ്പുകളൊക്കെ തരുന്നുണ്ടോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം? ദിൽസി, വെന്തുരുകുകയാണ് കേരളമെന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയുന്ന സാഹചര്യമാണുള്ളത്. കാരണം രാവിലെയൊക്കെ എണീറ്റ് വന്നാൽ നമുക്ക് അത്രമേൽ ഇങ്ങനെ ശരീരം മുഴുവൻ വേർത്തൊഴുകുകയാണ്. വല്ലാത്ത ഹ്യൂമിഡിറ്റിയാണ്. കാരണം രാത്രികാലങ്ങളിലൊക്കെ ഏറെ വൈകിയും കനത്ത ചൂടാണ്. എന്താ പറയാ, കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അത്രമേൽ അതിന്റെ ഒരു തീവ്രത മലയാളി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലായിടങ്ങളിലും അത്രമേൽ വലിയ ചൂടാണ്. കനത്ത ചൂടിലേക്ക് പോവുകയാണ്. അതുമായി ബന്ധപ്പെട്ട് വിദഗ്ധരായ ആളുകൾ ഒക്കെ നിർദ്ദേശങ്ങൾ നിരവധി നൽകിയിട്ടുണ്ട്. 11 മണി മുതൽ 3 മണി വരെ നേരിട്ടുള്ള ചൂടടിക്കരുത് അടക്കമുള്ള നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ആകുമ്പോഴും പക്ഷേ ചൂടിന്റെ കണക്കെടുത്താൽ അത് പാലക്കാടാണ് ഏറ്റവും കൂടുതൽ കനത്ത ചൂടുള്ളത്. പാലക്കാട് ഇന്നലത്തെ കണക്കനുസരിച്ച് 40 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ഇന്നലെ അനുഭവപ്പെട്ടിരിക്കുന്നത്. തിരുവനന്തപുരം സിറ്റിയിൽ 36.2, തിരുവനന്തപുരം എയർപോർട്ടിൽ 34.6, പുനലൂരിൽ, അതാണ് രണ്ടാം സ്ഥാനത്തുള്ളത്, പുനലൂരാണ്, 38 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. കോട്ടയത്ത് 37.2 ഉണ്ട്. കൊച്ചി എയർപോർട്ടിലും 36 ഉണ്ട്. വെള്ളാനിക്കരയിൽ 36 ഉണ്ട്. കരിപ്പൂർ എയർപോർട്ടിൽ 34, കോഴിക്കോട് സിറ്റിയിൽ 36, കണ്ണൂർ എയർപോർട്ടിൽ 37.9. അങ്ങനെ വലിയ കനത്ത ചൂടിലേക്കാണ് പോകുന്നത്. മാത്രമല്ല ചൂടിപ്പോൾ ഉടനെ ഒന്നും അവസാനിക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം ഇനിയും 1.5 മാസം കൂടി ബാക്കി നിൽക്കുകയാണ്. ജൂൺ മാസത്തോടുകൂടി ആദ്യത്തോടുകൂടി മാത്രമേ കേരളത്തിൽ കാലവർഷം വരൂ എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ആ കാലവർഷത്തിന് കഴിഞ്ഞ തവണത്തെ അത്രയും ശക്തി ഉണ്ടാവില്ല എന്നുകൂടി പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കനത്ത വേനൽ മഴ ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് അത്രത്തോളം അങ്ങ് എഫക്ട് ചെയ്തില്ല എന്ന് വേണം പറയാൻ. കാരണം തിരുവനന്തപുരത്തേക്ക് 1-2 ദിവസം മാത്രമാണ് മഴ പെയ്തത്. അത് ഒരു ദിവസത്തെ മാത്രമാണ് ശക്തമായ മഴ പെയ്തത്. മറ്റു ദിവസങ്ങളിലൊക്കെ അന്തരീക്ഷ ചെറിയ തോതിലുള്ള മഴ പെയ്തു പോവുകയാണ് ചെയ്തത്. വടക്കൻ കേരളത്തിലൊക്കെ പക്ഷേ ചില സ്ഥലങ്ങളിൽ അതിശക്തമായ മഴ 2-3 ദിവസങ്ങളിലൊക്കെ പെയ്തെങ്കിലും ആ മഴ അങ്ങ് മാറിയതോടുകൂടി കനത്ത ചൂടിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പുറത്തിപ്പോ AC ഒക്കെ വാങ്ങുന്ന സ്ഥലങ്ങളിലൊക്കെ വലിയ നീണ്ട നിരയാണ്, ക്യൂ ആണ്. AC AC വിൽപ്പന കമ്പനികളൊക്കെ പലതരത്തിലുള്ള ഓഫറുകൾ കൂടി അതിനൊപ്പം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരമാവധി ആളുകൾക്ക് ഇപ്പോൾ AC ഇല്ലാതെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുവെന്ന് വേണം പറയാൻ. പാലക്കാട് പുതുശ്ശേരിയിൽ കനത്ത ചൂടിൽ കുളത്തിലെ വളർത്തുമീനുകൾ ചത്തുപൊങ്ങിയെന്ന് വിവരം. മറുവക്കാട് സ്വദേശി സുമതി മുരളീധരന്റെ കുളത്തിലാണ് മീനുകൾ ചത്തുപൊങ്ങിയത്. 1.5 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നാണ് കണക്ക്. ഷാരിഖ് നവാസ് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ഷാരിഖ്.
പുതുശ്ശേരി പഞ്ചായത്തിലെ മറവക്കാട് സ്വദേശിയായ സുമതിയുടെ മത്സ്യകൃഷി, അതായത് സുമതി മറവക്കാടിലെ ഒരു കുളത്തിൽ വളർത്തുന്ന മത്സ്യങ്ങളാണ് ഇപ്പോൾ ചത്തുപൊങ്ങിയിരിക്കുന്നത്. ഇതെല്ലാം വിലപിടിപ്പുള്ള മീനുകളാണ്. മെയ് മാസത്തിലൂടെ വിളവെടുപ്പിന് തയ്യാറായ രോഹു, കട്ല, സിലോപ്യ ഇത്തരത്തിലുള്ള മീനുകളാണ് ഇപ്പോൾ ചത്തുപൊങ്ങിയിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പാലക്കാട് 40 അല്ലെങ്കിൽ 39 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തിയിരുന്നു. ഈ ചൂട് താങ്ങാനാവാതെയാണ് മീനുകളെല്ലാം ചത്തുപൊങ്ങിയിരിക്കുന്നത് എന്നാണ് നമുക്ക് കൃഷിഭവനിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇതിന് 1.5 ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇവർക്ക് നാശനഷ്ടം നേരിടേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഇത് മെയ് മാസത്തിൽ, ഏകദേശം അടുത്ത മാസത്തോടുകൂടി ഈ മീനെല്ലാം വിളവെടുപ്പിന് തയ്യാറായിരിക്കുകയാണ്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് ഇവർ പാട്ടത്തിനടുത്താണ് ഈ കൃഷി ചെയ്യുന്നത്. എന്തായാലും ആ മത്സ്യ കർഷകർക്ക് വലിയൊരു നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും മീനുകളെല്ലാം ആ കുളത്തിൽ നിന്ന് മാറ്റി ഇനിയിപ്പോൾ വീണ്ടും മത്സ്യകൃഷി ഇപ്പോൾ എന്തായാലും ഈ ചൂട് സമയത്ത് ചെയ്യാൻ കഴിയില്ല എന്നുള്ള വലിയൊരു ദുഃഖത്തോടെയാണ് സുമതി ഉൾപ്പെടെയുള്ള മത്സ്യ കർഷകർ ഉള്ളത്. SKN.